പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കുമെന്ന് ഒരിക്കൽ കൂടി വ്യക്തമാക്കുകയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ഇത് ഈ നാടിൻ്റെ നിയമമാണ്, അത് നടപ്പിലാക്കുക തന്നെ ചെയ്യുമെന്നും ആർക്കും അതിനെ തടയാനാവില്ലെന്നും അമിത്ഷാ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ പൗരത്വ ഭേദഗതി നിയമം നടപ്പാക്കുമെന്ന് വാഗ്ദാനം ചെയ്ത് BJP ഇത് പ്രധാന തെരഞ്ഞെടുപ്പ് വിഷയമാക്കിയിരുന്നു. 2014 ഡിസംബർ 31 അതിനു മുമ്പോ ഇന്ത്യയിൽ വന്ന പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ എന്നിവിടങ്ങളിലുള്ള ഹിന്ദു, സിഖ്, ജൈന, ബുദ്ധ, പാർസി, ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങൾക്ക് ഇന്ത്യൻ പൗരത്വം നൽകുവാനാണ് പൗരത്വ ഭേദഗതി നിയമം വഴി ലക്ഷ്യമിടുന്നത്. രാജ്യത്തേക്ക് കടന്നു കയറുന്ന ആളുകൾക്ക് CAA വഴി പൗരത്വം നൽകുന്നതും അവസാനിപ്പിക്കുമെന്നും അമിത്ഷാ പറയുന്നുണ്ട്. ബംഗാളിൽ ഇത് നടപ്പിലാക്കില്ല എന്നുള്ള പ്രഖ്യാപനം മുമ്പ് മമതാ ബാനർജി നടത്തിയിരുന്നു. അത് മനസ്സിൽ വെച്ചുകൊണ്ട് ബംഗാളിൽ അമിത്ഷാ വന്നപ്പോഴാണ് ഇങ്ങനൊരു പ്രതികരണം അമിത്ഷാ നടത്തുന്നത്. മാത്രമല്ല മമതാ ബാനർജിയെ കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് അമിത്ഷാ. 2019 പാർലമെന്റ് പാസാക്കിയ പൗരത്വ ഭേദഗതി നിയമത്തെ മമതാ ബാനർജിയുടെ നേതൃത്വത്തിലുള്ള തൃണമൂൽ കോൺഗ്രസ് ശക്തമായി തന്നെ എതിർത്തിരുന്നു. മമതാ ബാനർജി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് എന്നതാണ് അമിത്ഷായുടെ വാദം. ബംഗാളിൽ എന്നല്ല രാജ്യത്തെവിടെയും ഈ നിയമം കൊണ്ടുവരുമെന്നും അമിത്ഷാ പറയുന്നുണ്ട്. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം പശ്ചിമ ബംഗാളിൽ BJP സർക്കാർ രൂപീകരിക്കുമെന്നും അതിനായിട്ടാണ് പ്രവർത്തനമെന്നും അമിത്ഷാ ഇതോടൊപ്പം തന്നെ പറഞ്ഞു വെക്കുന്നുണ്ട്. സംസ്ഥാനത്തെ 42 ലോക്സഭാ സീറ്റുകളിൽ 35-ലധികം സീറ്റുകൾ പാർട്ടി നേടുമെന്നും അമിത്ഷാ പറയുന്നുമുണ്ട്. 2019 തെരഞ്ഞെടുപ്പിൽ BJP 18 സീറ്റുകൾ നേടിയിരുന്നു. അടച്ചിട്ട മുറിയിൽ നടന്ന പരിപാടിയിലെ അമിത്ഷായുടെ പ്രസംഗത്തിന്റെ വീഡിയോ ക്ലിപ്പ് ബംഗാൾ BJP മീഡിയ സെല്ലാണ് പുറത്തുവിട്ടത്. ഇതോടെ BJPയുടെ തീരുമാനം എന്താണ് എന്നത് വളരെ വ്യക്തമായിരിക്കുകയാണ്. ഒരു വിഭാഗത്തെ മാത്രമാണ് BJP മാറ്റി നിർത്തുന്നത്. ആ തീരുമാനം നടപ്പിലാക്കാൻ തങ്ങൾ അനുവദിക്കില്ല എന്ന് കേരളമടക്കമുള്ള BJP ഇതര സർക്കാരുകൾ പ്രമേയം പാസാക്കിയിട്ടുമുണ്ട്. എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പോടുകൂടി മൂന്നാമതും BJP അധികാരത്തിൽ വന്നാൽ ആ പൗരത്വ ഭേദഗതി നിയമം രാജ്യത്ത് അടിച്ചേൽപ്പിക്കുമെന്നതിൽ തർക്കമില്ല.